ലോകത്ത് ഇന്ന് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുകയാണ്. അമേരിക്ക, ഇസ്രയേൽ ചേർന്ന് ഇറാനെതിരെ സൈനിക നീക്കം നടത്തുമ്പോൾ അതിൻ്റെ നിർണായക ഇടമായി മാറുന്നത് പേർഷ്യൻ ഗൾഫ് മേഖലകളാണ്. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലെ പ്രതിസന്ധി തുടരുന്നത് ലോകമാകെ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനും ആരംഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നാവിക മേഖലയിൽ വലിയ തോതിലുള്ള പോരാട്ടങ്ങളും ലോകം വീണ്ടും കണ്ടു തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ നാവിക പോരാട്ടങ്ങളുടെ ചരിത്രം കൂടി നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. 1980കളിൽ തന്നെ ഇതേ പേർഷ്യൻ ഗൾഫിലും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലുമൊക്കെ യുദ്ധത്തിന് വേദിയായ ഇടങ്ങൾ തന്നെയാണ്. എന്തിനേറെ, അന്ന് അമേരിക്കയും ഇറാനും തമ്മിൽ തന്നെ പോരടിച്ചിട്ടുമുണ്ട്. ആ ചരിത്ര ഭാഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആധുനിക ഇറാന്റെ ചരിത്രത്തിന് വലിയ പഴക്കമൊന്നുമില്ലല്ലോ. അമേരിക്കയുടെ പിന്തുണയോടെ ഭരിച്ചിരുന്ന ഇറാനിലെ ഷായെ 1979 വിപ്ലവത്തിലൂടെ പുറത്താക്കുകയും ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അതുവരെയും പാശ്ചാത്യ മേഖലകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇറാനെ സോവിയറ്റ് യൂണിയനെതിരായ ശീതയുദ്ധകാലത്ത് ആ മേഖലയിലെ ഒരു പ്രധാന സഖ്യകക്ഷിയായി കൂടിയാണ് അമേരിക്ക കണ്ടിരുന്നത്. ഇതിൻ്റെ ഭാഗമായി ഹാർപൂൺ കപ്പൽവേധ മിസൈലുകൾ, ദീർഘദൂര മിസൈലുകൾ, F-14 യുദ്ധവിമാനങ്ങൾ, P-3 ഓറിയോൺ SSW വിമാനങ്ങൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങളൊക്കെ അമേരിക്ക അന്ന് ഇറാന് നൽകിയിരുന്നു. എന്നാൽ വിപ്ലവത്തിനിപ്പുറം അവയൊക്കെ ചെന്നെത്തിയിരിക്കുന്നത് കടുത്ത അമേരിക്കൻ വിരുദ്ധരായ ഖൊമേനി ഭരണകൂടത്തിൻ്റെ കൈകളിലുമായിരുന്നു. പേർഷ്യൻ ഗൾഫ് എന്നത് ലോകത്തെ എണ്ണ മേഖലയുടെ നിർണായക പങ്ക് വഹിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ പ്രാദേശിക ശക്തിയാവാൻ ഷായുടെ ഇറാൻ വലിയ നീക്കങ്ങൾ നടത്തിയിരുന്നു. ബ്രിട്ടീഷ് മേഖലകൾ ഈ മേഖലയിലെ നിയന്ത്രണം ഒഴിവാക്കിയപ്പോൾ അവിടെയുള്ള നാവിക ശക്തിയായി ഉയരാൻ ഇറാൻ വലിയ നീക്കങ്ങൾ തന്നെ എടുത്തു. ഷായുടെ നാവികസേനക്കായി 4 ഡിസ്ട്രോയർ കപ്പലുകളുടെ നിർമ്മാണമൊക്കെ അന്ന് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വിപ്ലവത്തിനപ്പുറം അമേരിക്ക ഇവ ഇറാന് നൽകാതെ സ്വയം അറബ് മേഖലയിൽ ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. ആ കാലത്തെ അത്യാധുനിക ഡിസ്ട്രോയറുകളായിരുന്നു ഇവയൊക്കെ എന്ന് കൂടി ഓർക്കുക. ഏതായാലും ഇറാനിലെ വിപ്ലവത്തിൻ്റെ തുടർച്ചയെന്നോണം പടർന്നു പിടിച്ച അരാജകത്വവും കുഴപ്പങ്ങളും മുതലെടുക്കാൻ ലക്ഷ്യമിട്ട് 1980 സെപ്റ്റംബറിൽ ഇറാഖ് ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ ഇറാനിലേക്ക് വൻതോതിലുള്ള ഒരു സൈനിക ആക്രമണം നടത്തുകയുണ്ടായി. തുടക്കത്തിൽ ഇറാനിലേക്ക് കടന്നു കയറി വലിയൊരു മേഖല ഇറാഖ് പിടിച്ചെടുത്തെങ്കിലും പിന്നീട് സൈനിക നീക്കം മന്ദഗതിയിലാവുകയും തിരിച്ചടികൾ വർദ്ധിക്കുകയും ചെയ്തു. ഒട്ടനവധി സൈനികർ ഇരുഭാഗത്തും മരിച്ചു വീഴുകയും 8 വർഷത്തോളം നീണ്ടുനിന്ന ഒരു ദുരിത യുദ്ധമായും ഇത് പിന്നീട് മാറി. ക്രമേണ ഇറാന്റെ തിരിച്ചടികൾ വർദ്ധിക്കുകയും അവരുടെ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ച് കിഴക്കൻ ഇറാഖ് മേഖലകളിലേക്ക് ഇറാൻ സേന എത്തുകയുമുണ്ടായി. ഇറാന്റെ പ്രത്യാക്രമണങ്ങളെ തടയാനായി ഇറാഖ് രാസായുധങ്ങളും ആ സമയം വ്യാപകമായി ഉപയോഗിക്കുകയുണ്ടായി. ഇത്തരത്തിൽ കരയിൽ നടന്നുകൊണ്ടിരുന്ന രക്തരൂക്ഷിതമായ പോരാട്ടം അറേബ്യൻ ഗൾഫിലേക്കും വ്യാപിക്കുകയാണ്. അമേരിക്കയുടെയൊക്കെ പരിശീലനം ലഭിച്ചിരുന്ന ആ കാല ഇറാനിയൻ നാവികസേനയും വ്യോമസേനയും ഇറാഖ് നാവികസേനയെ അവരുടെ മേഖലകളിൽ തന്നെ തളച്ചിടുകയും പേർഷ്യൻ ഗൾഫിലൂടെ സ്വന്തം ടാങ്കറുകളിൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നത് തടയുകയുമൊക്കെ ഉണ്ടായി. ഇതിന് പ്രതികാരമായി ഇറാഖ് വിവിധ പോർവിമാനങ്ങൾ ഉപയോഗപ്പെടുത്തി പേർഷ്യൻ ഗൾഫിലെ ഇറാനിയൻ കപ്പലുകൾക്ക് നേരെ മിന്നലാക്രമണങ്ങളും നടത്തുകയുണ്ടായി. വിപ്ലവത്തിന് ശേഷം യുദ്ധത്തിൻ്റെ നീണ്ടുപോകലും ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും കൈയൊഴിഞ്ഞ പുതിയ ഇറാനിയൻ ഭരണകൂടത്തിന് ഉപരോധങ്ങളും വിലക്കുകളും കാരണം തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളെ നിലനിർത്തുക അഥവാ അതിൻ്റെ പ്രവർത്തനക്ഷമത നിലനിർത്തുക എന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടായി ഈ സമയം മാറി തുടങ്ങി. അതിനെ തുടർന്നാണ് ഇറാൻ സ്വന്തമായ രീതിയിൽ അഥവാ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തമായി ആയുധങ്ങൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ അസിമെട്രിക് വാർഫെയറിനൊക്കെ രൂപം നൽകുന്നത്. ഇത്തരത്തിൽ ഇറാനും ഇറാഖും പേർഷ്യൻ ഗൾഫിൽ ഏറ്റുമുട്ടിയതിൽ നിർണായകമായ ഒരു ഭാഗമാണ് ടാങ്കർ യുദ്ധം എന്നത്. 1984 മാർച്ചിൽ ഫ്രാൻസ് നൽകിയിട്ടുള്ള പുത്തൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാഖ് പേർഷ്യൻ ഗൾഫിലെ ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലായിട്ടുള്ള ഖാർഗ് ഐലൻഡ് ആക്രമിക്കുകയുണ്ടായി. പേർഷ്യൻ ഗൾഫിലെ പല കപ്പലുകളെയും ആക്രമിച്ചുകൊണ്ട് ഇറാൻ ഇതിന് തിരിച്ചടിയും നൽകി. ഇതിൽ മിക്ക കപ്പലുകളും കുവൈത്തിലേക്ക് സാധനങ്ങളും യുദ്ധോപകരണങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നവയായിരുന്നു. ഇതിൽ പലതും കരമാർഗം ഇറാഖിലേക്ക് കടത്തിയിരുന്നവയുമാണ്.
ഇതിനെ തുടർന്ന് ഇറാൻ്റെ ഖാർഗ് ഐലൻഡിൽ എത്തുന്നതും പോകുന്നതുമായ കപ്പലുകളെ ഇറാഖും ആക്രമിക്കാൻ ആരംഭിച്ചു. അങ്ങനെ പേർഷ്യൻ ഗൾഫ് എന്ന നിർണായകമായ ഇടം ഒരു വലിയ യുദ്ധമുഖമായി മാറി. ഇതാണ് ടാങ്കർ യുദ്ധമായി ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. 1985 കാലത്ത് ഈ ആക്രമണങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. കൂടുതൽ ആക്രമണം നടത്തിയത് ഇറാഖായിരുന്നു. 1987ഓടെ ഇറാഖ് 283 കപ്പൽ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഇറാൻ 168 തവണ ആക്രമണം നടത്തിയെന്നാണ് കണക്ക്. യുദ്ധസമയത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള 116 നാവികർ കൊല്ലപ്പെട്ടതായും 37 പേരെ കാണാതാവുകയും ചെയ്തു എന്നുകൂടി കണക്കുണ്ട്. ഇറാഖിൻ്റെ കപ്പൽ ആക്രമണങ്ങൾ മിക്കതും ഫ്രഞ്ച് നിർമ്മിത ആയുധങ്ങളും വിമാനങ്ങളുമൊക്കെ വച്ചായിരുന്നു എന്ന് കാണാം. വലിയ ഇറാനിയൻ എണ്ണ ടാങ്കറുകളെ ഇറാഖ് ലക്ഷ്യം വച്ചെങ്കിലും മിസൈലുകളുടെ പ്രഹരശേഷിയെ ഒരു പരിധിവരെ അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നതിനാൽ വളരെ വലിയ കപ്പലുകളൊക്കെ മുങ്ങുന്നത് അത്യപൂർവമായിരുന്നു. 1985 മാർച്ചിൽ ഖാർഗ് ഐലൻഡിലേക്ക് പോവുകയായിരുന്ന നെപ്റ്റ്യൂൺ എന്നൊരു കാലിയായ ടാങ്കറാണ് ഈ രീതിയിൽ ആദ്യം മുങ്ങിയത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ലാറക് ഐലൻഡിൽ വലിയ ടാങ്കറുകൾ സ്റ്റോറേജായി ഉപയോഗിച്ചുകൊണ്ട് വിദേശ ടാങ്കറുകളിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു ഓഫ് ഷോർ ട്രാൻസ്ഷിപ്മെൻറ്റ് പോയിൻ്റ് സൃഷ്ടിക്കുകയുണ്ടായി. ലാറക് ഐലൻഡിനും ഖാർഗ് ഐലൻഡിനും ഇടയിൽ ഇറാനിയൻ ടാങ്കറുകൾ അപകടകരമായ യാത്ര നടത്തുകയും ചെയ്തു. ഇതിലൂടെ വിദേശ കപ്പലുകൾക്ക് ഒരു പരിധിവരെ സംരക്ഷണം നൽകാനും ഇറാന് സാധിച്ചു. ഉപരോധവും മറ്റും കാരണം ഇറാന് ആയുധങ്ങൾ ലഭിക്കാതിരുന്നതോടെ ഇറാൻ്റെ നാവിക ആക്രമണങ്ങൾ മിക്കതും വിജയിക്കാതായിരുന്നു. നിലവിലെ അവരുടെ ആയുധങ്ങളൊക്കെ വെച്ച് അവർ വലിയ തോതിൽ തന്നെ ആക്രമണങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും കപ്പലുകളെ മുക്കിക്കളയുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയ തോതിൽ കേടുപാടുകൾ സൃഷ്ടിക്കുന്ന ആക്രമണങ്ങളെന്ന് കുറവായിരുന്നു. എന്നാൽ IRGCN മൈൻ യുദ്ധമുറകളിലേക്ക് മാറിയതാണ് ടാങ്കർ യുദ്ധത്തിൻ്റെ ആകെ സ്വഭാവം മാറ്റിയതും അമേരിക്കൻ നാവികസേനയെ നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് കടന്നു വരാൻ പ്രേരിപ്പിച്ചതും. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അവർക്ക് 2 നാവികസേനകൾ ഉണ്ടായിരുന്നല്ലോ. നല്ല പരിശീലനം ലഭിച്ച, അതായത് അമേരിക്കയിൽ നിന്നടക്കം പരിശീലനം ലഭിച്ച ഷായുടെ നാവികസേനയുടെ ഭാഗമായിരുന്ന IRIN അഥവാ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നേവി. ഇനി ഭരണകൂടത്തോട് കൂടുതൽ കൂറുണ്ടായിരുന്ന, പ്രൊഫഷണൽ ഒന്നുമല്ലെങ്കിലും കൂടുതൽ ആക്രമണോത്സുകരും പ്രവചനാതീതരുമായിരുന്ന വിഭാഗമാണ് IRGCN ആയി മാറുന്നത്. തങ്ങളുടെ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് അമേരിക്കൻ നാവികസേനയുമായി പോലും ഏറ്റുമുട്ടാൻ IRGCN തയ്യാറായിരുന്നു. IRGCN ആണ് ചെറിയ ശേഷിയില്ലാത്ത ആക്രമണങ്ങളൊക്കെ നടത്തുന്നതിനേക്കാൾ കടലിൽ മൈനുകൾ സ്ഥാപിക്കുന്നതാണ് ഫലപ്രദം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ സമയത്ത്, അഥവാ 1986 കാലത്ത് വായുവിൽ വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ബഡ്ഡി റീഫ്യൂലിംഗ് വിദ്യകൾ ഇറാഖികൾ മെച്ചപ്പെടുത്തിയതോടെ അവരുടെ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ പേർഷ്യൻ ഗൾഫിലെ പല മേഖലകളിലേക്കും വ്യാപിക്കുകയുണ്ടായി. കുവൈത്ത് അതിർത്തിയോട് ചേർന്നുള്ള ഷൈബ എയർഫീൽഡിൽ നിന്നും മിറാഷ് F-1 യുദ്ധവിമാനങ്ങൾ പറന്നുയരുകയും കുവൈത്തിൻ്റെയും സൗദിയുടെയും വ്യോമാതിർത്തിയോട് ചേർന്ന് പറന്ന് ഒടുവിൽ റീഫ്യൂലിംഗ് നടത്തിയതിനു ശേഷം റഡാർ ഉപയോഗിച്ച് ഇറാൻ്റെ ലക്ഷ്യമിട്ട മേഖലയിൽ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. ഇറാൻ്റെ മേഖലയിലുള്ള ഏതൊരു റഡാർ സൂചനയെയും ലക്ഷ്യമാക്കി മിറാഷ് F-1 മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്യും. ഖാർഗ് ഐലൻഡിലേക്ക് എത്തുന്ന ഇറാനിയൻ ഷട്ടിൽ ടാങ്കറുകളെ ആയിരുന്നു പ്രധാനമായും ഇത്തരത്തിൽ ലക്ഷ്യം വച്ചിരുന്നത്. 1987 ഇറാഖ് വ്യോമസേന പേർഷ്യൻ ഗൾഫ് മുഴുവനും താണ്ടി ലാറക് ഐലൻഡിലെ ഇറാൻ്റെ എണ്ണ സംഭരണ ടാങ്കറുകളിൽ വ്യാപകമായി ആക്രമണം നടത്തുന്നുണ്ട്. ഇറാഖിൻ്റെ ചരിത്രത്തിലെ തന്നെ മികച്ച ഒരു എയർ മിഷൻ ആയിരുന്നു അത് എന്നുകൂടി പറയാം. ഇത്തരത്തിൽ പേർഷ്യൻ ഗൾഫ് നിരന്തര ആക്രമണങ്ങളുടെ വേദിയായി മാറി. 1985 അപേക്ഷിച്ച് 1986 ഇരുപക്ഷവും നടത്തിയ വ്യോമാക്രമണങ്ങളൊക്കെ വലിയ തോതിൽ വർദ്ധിക്കുകയുണ്ടായി. ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ തങ്ങളുടെ പതാക വഹിക്കുന്ന ടാങ്കറുകളെ സംരക്ഷിക്കാൻ 1986 നവംബറിൽ കുവൈത്ത് വിദേശ രാജ്യങ്ങളോടായി അഭ്യർത്ഥന പുറപ്പെടുവിച്ചു. ഇതിന് ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചത് സോവിയറ്റ് യൂണിയനാണ്. അപ്രകാരം അവർ ടാങ്കറുകൾക്ക് സ്വന്തം പതാക നൽകുകയും ഗൾഫിലൂടെ കുവൈത്തിലേക്ക് സുരക്ഷാ അകമ്പടി നൽകുകയും ഒക്കെ ഉണ്ടായി. സോവിയറ്റ് യൂണിയൻ ഇതിലൂടെ ഈ മേഖലയിൽ ഒരു മുൻതൂക്കം നേടുന്നത് അപകടമാണെന്ന നിലയിലാണ് അമേരിക്ക നോക്കിക്കണ്ടിരുന്നത്. കുവൈത്തിൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കണമെന്ന നിലപാട് അമേരിക്കൻ സേനയിൽ ഉണ്ടായിരുന്നെങ്കിലും
വിദേശ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകുന്നതിൽ നിന്ന് അമേരിക്കൻ കപ്പലുകളെ അമേരിക്കയിലെ തന്നെ നിയമം വിലക്കിയിരുന്നു. എന്നാൽ പുതുതായി ഉരുത്തിരിഞ്ഞ ലോകക്രമത്തിലും രാഷ്ട്രീയ സാഹചര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉണ്ടാവുകയും ഒട്ടനവധി കൂടിയാലോചനകൾക്ക് ശേഷം ഇതിനൊരു പരിഹാരം 1987 മാർച്ചോടെ കണ്ടെത്തുകയുമുണ്ടായി. 11 കുവൈത്തി ടാങ്കറുകളുടെ പതാക മാറ്റി അഥവാ റീഫ്ലാഗ് ചെയ്ത് അമേരിക്കൻ പതാകയും രജിസ്ട്രിയും നൽകുക എന്നതായിരുന്നു ആ പരിഹാരം. ഇതിനെ തുടർന്ന് ഈ 11 കപ്പലുകളുടെ പേര് മാറ്റുകയും സുരക്ഷാ മാനദണ്ഡങ്ങളിലൊക്കെ ഇളവ് നൽകിക്കൊണ്ട് അമേരിക്കൻ പതാക ഉയർത്തുകയും അമേരിക്കക്കാരനായ ഒരു ക്യാപ്റ്റനെ നിയമിക്കുകയും അതിലൂടെ അമേരിക്കൻ നാവികസേന ഈ കപ്പലുകളുടെ സുരക്ഷ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു. അമേരിക്കയുടെ ഈ ഒരു നീക്കം അമേരിക്കൻ നാവികസേനയെ ഇറാനുമായുള്ള നേരിട്ടുള്ള സംഘർഷത്തിന് തുടക്കമിടുന്നതായിരുന്നു. എന്നാൽ ആ കാലത്തൊക്കെ അമേരിക്കൻ നാവികസേന എന്നത് ലോകത്തെ ഏറ്റവും ശക്തിയുള്ള സേനയാണല്ലോ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പതാകയുള്ള ഒരു കപ്പലിനെ ഇറാനികൾ ആക്രമിക്കാൻ മുതിരില്ല എന്നതായിരുന്നു പൊതുവെയുള്ള അനുമാനം. ഷായുടെ നാവികസേനയായിരുന്ന അഥവാ ഔദ്യോഗിക നാവികസേനയായിരുന്ന IRIN കാര്യത്തിൽ ഇത് ശരിയായിരുന്നെങ്കിലും പുതിയ ഭരണകൂടത്തിൻ്റെ സൃഷ്ടിയായ കൂടുതൽ ആക്രമണോത്സുകരായ പ്രവചനാതീതരായ ഭരണകൂടത്തോട് കൂറ് പ്രഖ്യാപിച്ചിരുന്ന റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവിയുടെ കാര്യത്തിൽ അത് ശരിയായിരുന്നില്ല. അപ്രകാരം പേർഷ്യൻ ഗൾഫിൽ ഇറാഖ് ഇറാൻ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിലേക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ കൂടുതലായുള്ള വരവ് ഉണ്ടാവുകയാണ്. അമേരിക്കൻ നാവികസേന ഇറാൻ്റെ നീക്കങ്ങളെ പേർഷ്യൻ ഗൾഫിൽ നിന്ന് നിരീക്ഷിക്കാനും ആരംഭിച്ചു. എന്നാൽ അധികം വൈകാതെ അമേരിക്കൻ പടക്കപ്പലിന് നേരെ യുദ്ധവിമാനം മിസൈലുകൾ തൊടുക്കുകയും 37 അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്ന അവസ്ഥയുമാണ് പേർഷ്യൻ ഗൾഫിൽ ഉണ്ടായത്. എന്നാൽ മിസൈലുകൾ തൊടുത്തത് ഇറാൻ ആയിരുന്നില്ല.